ഹായ് സ്റ്റുഡൻസ്, 10th മാത്സിൻ്റെ 9ാമത്തെ ചാപ്റ്ററായ ബഹുപദങ്ങളും സമവാക്യങ്ങളും എന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത്. അതിലെ പേജ് നമ്പർ 190 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 43 × 47. 43നെ 40 + 3 എന്നും 47നെ 40 + 7 എന്നും സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ കഴിയും. 40 × 40 40 × 7 + 3 × 40 + 3 × 7. ഇതിനെ നമ്മൾ ഗുണിക്കുമ്പോൾ 40 × 40 1600 + 40 × 7 280 + 3 × 40 120 + 3 × 7 21. എല്ലാം കൂടി ആഡ് ചെയ്താൽ 2021. അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 63 × 67. 60 + 3 × 60 + 7. 60 × 60 60 × 7 3 × 60 3 × 7. ഇതിനെ ഇൻറ്റു ചെയ്യുമ്പോൾ 3600. 60 × 60 6 × 6 36. 2 0 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 3600 + 6 × 7 42. 1 0 420 + 3 × 6 18. 1 0 180 + 3 × 7 21. എല്ലാം കൂടി ആഡ് ചെയ്താൽ 4221. അതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 103 × 107. 103നെ 100 + 3 എന്നും 107നെ 100 + 7 എന്നും എഴുതാം. 100 × 100 100 × 7 + 3 × 100 + 3 × 7. 100 × 100 1 ഇട്ട് 4 0 ഇട്ട് കൊടുക്കുക. 10000 + 700 + 3 × 100 300 + 3 7 21. എല്ലാം കൂടി ആഡ് ചെയ്താൽ 11021. ഇതിൻ്റെ ബീജഗണിത രൂപം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിലെ എല്ലാ ക്വസ്റ്റ്യനും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. 40 + 3 40 + 7. അതായത് ഇവിടെ എക്സ് വന്നിട്ടുണ്ട്. അതേ നമ്പർ തന്നെയാണ് ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്പർ എക്സ് കൊടുക്കാം. പിന്നെ ഇവിടെ 3 ഇവിടെ 7. ഇതിന് എ കൊടുക്കാം, ഇതിന് ബി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ജനറൽ ഫോം എക്സ് + എ ഇൻറ്റു എക്സ് + ബി എന്ന ഫോമിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലും അങ്ങനെ തന്നെയാണ്. 60 + 3 60 + 7. ഇവിടെയും എക്സ് കൊടുക്കാം, ഇവിടെയും നമുക്ക് എക്സ് കൊടുക്കാം. അപ്പോൾ എക്സ് + എ എക്സ് + ബി എന്ന ഫോമിലേക്ക് ഇതിനെ മാറ്റി എഴുതാൻ പറ്റും. ബീജഗണിത രൂപം എക്സ് + എ എക്സ് + ബി. എക്സ് ഇൻറ്റു എക്സ് പിന്നെ എക്സ് ഇൻറ്റു ബി + എ ഇൻറ്റു എക്സ് + എ ഇൻറ്റു ബി. എക്സ് ഇൻറ്റു എക്സ് x² + എക്സ് ഇൻറ്റു ബി bx + എ ഇൻറ്റു എക്സ് ax + എ ഇൻറ്റു ബി ab. ഇതിൽ എക്സ് ആദ്യം x² എഴുതി പ്ലസ് എക്സ് ഇവിടെയുണ്ട്, എക്സ് ഇതിലുമുണ്ട്. അപ്പോൾ ആ എക്സിനെ പുറത്തേക്ക് എടുക്കുകയാണ്. ബാക്കി വരിക എ + ബി എഴുതി എ + ബി ഇൻറ്റു എക്സ്. എക്സ് കോമൺ ആയതുകൊണ്ട് അതിനെ എക്സിനെ പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെ വരിക എ + ബി ഇൻറ്റു എക്സ് + എ ബി. ഇതാണ് ജനറൽ ബീജഗണിത രൂപം. ഇനി അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. 51 × 52. 50 + 1 എന്നും 50 + 2 എന്നും സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. 50 × 50 + 50 × 2 + 1 × 50 + 1 × 2. 50 × 50 5 × 5 25. 2 0 കൂടിയാൽ 2500 + 50 × 2 100 + 1 × 50 50 + 1 × 2 2. എല്ലാം കൂടി ആഡ് ചെയ്താൽ 2652. ഇനി അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് 81 × 82. 81നെ 80 + 1 എന്നും 82നെ 80 + 2 എന്നും സ്പ്ലിറ്റ് ചെയ്യാം. 80 × 80
80 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 80 പ്ലസ് 1 ഇൻറ്റു 2. ഇതിനെ ഇൻറ്റു ചെയ്യുമ്പോൾ 8 ഇൻറ്റു 8 64, 2 0 ആഡ് ചെയ്തു 6400 പ്ലസ് 80 ഇൻറ്റു 2 160, 1 ഇൻറ്റു 80 80, 1 ഇൻറ്റു 2 2, എല്ലാം കൂടി ആഡ് ചെയ്താൽ 6642. ഇനി അതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 301 ഇൻറ്റു 302, 300 പ്ലസ് 1 ഇൻറ്റു 300 പ്ലസ് 2, 300 ഇൻറ്റു 300, 300 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 300 പ്ലസ് 1 ഇൻറ്റു 2. അപ്പോൾ ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ ഇവിടെ 3 ഇൻറ്റു 3 9, 4 0 ആഡ് ചെയ്തു പ്ലസ് 300 ഇൻറ്റു 2, 3 ഇൻറ്റു 2 6, 2 0 ആഡ് ചെയ്തു 1 ഇൻറ്റു 300 300 പ്ലസ് 1 ഇൻറ്റു 2 2, എല്ലാം കൂടി ആഡ് ചെയ്താൽ 90902. ഇതിൻ്റെ ബീജഗണിത രൂപം എഴുതാൻ വേണ്ടി ആദ്യം ഇതിലെ 50 50 ഇതാ, രണ്ടാമത്തെ ക്വസ്റ്റിൽ 80 80, എക്സ് ഒക്കെ എടുക്കാം, മൂന്നാമത്തത് 300 300. അപ്പോൾ ഇവിടെയൊക്കെ എക്സ് കൊടുക്കാം. പിന്നെ 1 ഇവിടെ 2 ആണ്, ഇവിടെ അതെ 1 2. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 2. ഇതും അതെ എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 2. ഇതും അതെ എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 2. അതാ ബീജഗണിത രൂപം എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു 2 എക്സ് ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു 2. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 2 2x, 1 ഇൻറ്റു എക്സ് 1x പ്ലസ് 1 ഇൻറ്റു 2 2. അപ്പോൾ എക്സ് സ്ക്വയർ, എക്സും ഇവിടെയും വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് രണ്ടും പാടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2x പ്ലസ് 1x കൂട്ടുമ്പോൾ 3x പ്ലസ് 2. അപ്പോൾ ബീജഗണിത രൂപം എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2.